പിന്നെ ഇപ്പോഴേക്കും നമുക്കൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പണ്ടത് ഉണ്ടായില്ല. അപ്പോൾ പണ്ട് ഒരുപാട് ലൊക്കേഷനിലൊക്കെ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി നടന്ന ഒരാളാണ്. ചെറുപ്രായത്തിലൊക്കെ സിനിമ ലൊക്കേഷൻ അന്വേഷിച്ച് ഈ ഒരു പാഷനായിട്ട് നടന്ന ആളാണ്. ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള ഓപ്ഷൻസ് ഉള്ളത്. ഞാൻ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊന്നും ആക്റ്റീവ് ആയിരുന്നില്ല, അങ്ങനെ സ്റ്റേജ് ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ചെയ്ത് നോക്കുമെന്ന് അവരുടെ ഒരു സപ്പോർട്ടിൽ ചെയ്തു തുടങ്ങിയതാണ്. ദിലീപേട്ടൻ്റെ കൂടെ മൂവി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് സെറ്റിൽ പെട്ടെന്ന് ദിലീപേട്ടനെയൊക്കെ കണ്ടപ്പോൾ എന്തായിരുന്നു ആ ഒരു ഫീലൊക്കെ? ഭയങ്കര എന്താ വെച്ചാൽ ഇത് ആദ്യമേ ഇങ്ങനെ ഞാനിത് സ്വപ്നം കണ്ട് നടക്കുന്ന അങ്ങനത്തെ ഒരാളായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഞാൻ ഇതിലേക്ക് വന്നപ്പോൾ എനിക്കെല്ലാം ഭയങ്കര പുതുമയാണ്. വെള്ളത്തിൽ ജയസൂര്യയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. ജയസൂര്യയുടെ അമ്മാവനായിട്ടൊരു ക്യാരക്ടർ, നെഗറ്റീവ് ക്യാരക്ടർ എന്ന് പറയാം. ശരിക്കും ഇൻസൾട്ട് ചെയ്യുന്ന കഥാപാത്രം ഞാനാണ്. ഇൻസൾട്ടാണ് സിനിമയുടെ പ്രമേയം. ഇൻസൾട്ട് ചെയ്യുന്ന ആൾ ഞാനാണ്. പണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് അത് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ, നമ്മൾ പ്രേക്ഷകർ, അങ്ങനെ രണ്ട് കാര്യം. ഇപ്പം അങ്ങനെയല്ല. ആർക്ക് വേണമെങ്കിലും അഭിനയിക്കാൻ ശ്രമിച്ചാൽ പറ്റും. അഭിനയിക്കാൻ അറിയുമെങ്കിലും അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കാണ്ട് വിചാരണ തടവിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ച് കേൾക്കാറുണ്ട്, ന്യൂസുകളിലൊക്കെ കാണും. അവരെ മാത്രമേ നമുക്കറിയൂ. അങ്ങനെ വിചാരണ തടവിൽ കഴിയുമ്പോൾ അവരെ പുറത്തിറക്കാൻ വേണ്ടിയും അതുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു കുടുംബവും അവരെ സ്നേഹിക്കുന്ന ഒരു സമൂഹവും അത് പുറത്താരും അറിയുന്നില്ല. അതിന്റെ കഥയാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. അപ്പൊ കാറ്റ് വീശരുതെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാറ്റ് വീശാൻ പോവാണ്. അതും ചെറിയ കാറ്റൊന്നുമല്ല, കാലവർഷക്കാറ്റ് ഈ വരുന്ന നവംബർ 22 തിയേറ്ററിൽ വീശാൻ പോവാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ കളർഫുൾ സ്റ്റോറീസിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് കാലവർഷക്കാറ്റ് എന്ന് പറയുന്ന മൂവിയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള റഫീഖ് ഷൊക്ലി ആൻഡ് ലത ദാസ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഞങ്ങളുടെ വിശേഷം ഈ വരുന്ന 22-ാം തീയതി ഞങ്ങളുടെ കാലവർഷക്കാറ്റ് എന്നുള്ള പടം തിയേറ്ററിലെത്താണ്. അതാണ് ഇപ്പോഴത്തെ പ്രധാന വിശേഷം. അപ്പോൾ ആദ്യം തന്നെ തുടങ്ങട്ടെ. എങ്ങനെയാണ് കാലവർഷക്കാറ്റ് എന്നുള്ളൊരു പേരിലോട്ട് എത്തിയത്? ആ പേര് ശരിക്കും ഡയറക്ടറോടാണ് ചോദിക്കേണ്ടത്, ആ പേരിട്ട് എന്താണെന്നുള്ളത്. പക്ഷേ ഇതൊരു കുടുംബ കഥയാണ്. അതും ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഒരു സിനിമയാണ്. കാലവർഷക്കാറ്റ് എന്നുള്ള പേരുന്നത് അദ്ദേഹത്തോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് ആ പേര് സെലക്ട് ചെയ്തത് എന്നുള്ള കാര്യം. കാറ്റായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ഒരു ബന്ധമില്ല. ഓക്കെ. ഇമോഷണൽ കാറ്റൊക്കെ ഉണ്ട്. ഇമോഷണൽ കാറ്റ്. അപ്പൊ നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയാ? ഒരു ലേഡീസ് ഓറിയന്റഡ് കഥാപാത്രമാണ് ഇത്. അപ്പം ലതയാണ് ആ കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അവരോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ചേച്ചി അവതരിപ്പിച്ച ക്യാരക്ടറിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇതൊരു ഫീമെയിൽ ഓറിയന്റഡ് മൂവിയാണ്. ഇതിൽ രാധ എന്നുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ബിജു സി കണ്ണൻ സാറാണ് ഇതിൻ്റെ ഡയറക്ടർ. ആളുടെ 2 പടങ്ങൾ പനോരമയ്ക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന മൂവിയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്. അപ്പോൾ എന്നെ വിളിച്ച് ഈ കഥാപാത്രത്തിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, വളരെ ഇമോഷണലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ചെയ്യാൻ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. അതിൻ്റെ പല സന്ദർഭങ്ങളും പറഞ്ഞപ്പോൾ ആൾക്ക് അതൊക്കെ കൺഫേം ചെയ്തിട്ട് വേണമായിരുന്നു അത് ക്യാരക്ടർ ഫിക്സ് ചെയ്യാൻ, അപ്പോൾ ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞെങ്കിലും ശരിക്കും നമ്മൾ ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് ആ ക്യാരക്ടറിന് ഇത്ര ഡെപ്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ നമ്മൾ നന്നായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് സാർ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. അവർ പറയണത്. രാധ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. നീതിന്യായ വ്യവസ്ഥയിൽ വന്നൊരു പാളിച്ച മൂലം ഒരു കുടുംബം തകരണതും അതിലവരെ മകനകപ്പെട്ടിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ, ഹസ്ബൻഡ് മരിച്ചുപോയൊരു സ്ത്രീ എടുക്കണ സ്ട്രഗിളും ഒരുപാട് ഇമോഷണൽ ഇതിൽ കൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണത്. ഇത് മാത്രമല്ല, അത് ഒരു അമ്മയും മകനും തമ്മിലുള്ള നല്ലൊരു ആത്മബന്ധത്തിന്റെ ബോണ്ട് ഉണ്ട്. അതിൽ നല്ലൊരു പ്രണയമുണ്ട്, നല്ല സോങ് ഉണ്ട്. ഇതൊക്കെ എല്ലാ ഇമോഷൻസും ഒത്തുചേരുന്ന ഒരു മൂവിയാണ്. ക്യാരക്ടർ എങ്ങനത്തെ ഒരു ക്യാരക്ടർ? ഞാൻ വലിയ ആർട്ടിസ്റ്റ് അല്ലെങ്കിലും ബിജു സി കണ്ണനെ പോലെ പനോരമ എൻട്രി കിട്ടിയ ഒരു സംവിധായകൻ്റെ അടുത്ത് ആദ്യമായിട്ട് അഭിനയിക്കുക. അവർ ടെൻഷനോട് കൂടിയാണ് പോയത്. കഥ കേട്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു പറഞ്ഞു. വളരെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന, അതിനുശേഷം ഇപ്പോൾ 2022 ഇത് ഷൂട്ട് ചെയ്ത്. ഒരു 3-4 മാസം എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്ത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായല്ലോ. അതിനുശേഷം ഞാൻ കുറേ സിനിമയിൽ അഭിനയിച്ചെങ്കിലും ആ സമയത്ത് ഞാൻ
അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടില്ല. അപ്പം ബിജു സി കണ്ണനെ പോലത്തെ ഒരു ഡയറക്ടറെ കീഴിൽ അഭിനയിക്കുക എന്നുള്ളത് എനിക്കൊരു പേടിയുള്ള കാര്യമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട്, ആ കഥാപാത്രം അദ്ദേഹം കറക്റ്റ് എഴുതി വെച്ചിരിക്കുന്ന കഥാപാത്രം ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ആ രൂപത്തിലായാൽ മാത്രമേ അദ്ദേഹം ഓക്കെ പറയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ടെൻഷനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചെയ്യാൻ പറ്റി എന്നുള്ളത് ജനമാണ് പറയേണ്ടത്. ആ കഥാപാത്രത്തോട് നീതി പുലർത്താൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നതാണ്. ലതയുടെ ഭാഗത്താണ് ശരിക്കും. അതിൽ അതെനിക്ക് തോന്നുന്നു ചിരിച്ചിട്ടൊരു സീൻ ഉണ്ടായില്ല. ഫുൾ ഇമോഷണൽ മാത്രമാണ്. അപ്പം ഈ രാധ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചേച്ചിയുടെ ലൈഫിലേക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റി? നമ്മൾ ഓരോ കഥ കേൾക്കുമ്പോൾ നമുക്ക് അത് കഥ മാത്രമായിരിക്കും. ഇതിപ്പോൾ ഒരു നടന്ന സംഭവം എന്നല്ല, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി കഥയാണിത്. അപ്പോൾ നമ്മൾ ഈ കഥ കേട്ടിട്ടുണ്ട്, പേരറിവാളിൻ്റെയും അമുദാംബികയുടെയും കഥ. ഒരുപാട് കാലം നിയമയുദ്ധം നടത്തിയിട്ടാണ് ആൾ കുറ്റക്കാരനല്ലാന്ന് തിരിച്ചറിഞ്ഞത്. പക്ഷെ അവരുടെ ആ ലൈഫ് മുഴുവൻ സ്പോയിലായി. മീൻസ് പേരറിവാളിന് യൗവനം നഷ്ടപ്പെട്ടു. ആ അമ്മയ്ക്കും മകനെ രക്ഷിക്കാനുള്ള ഓട്ടത്തിൽ അവരുടെ ലൈഫ് പോയി. അതിനോടനുബന്ധിച്ചിട്ടില്ല, അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണ്. അപ്പം ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ശരി നമുക്ക് റിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കഥാപാത്രമായി മാറും. ഒരു ദിവസം 2 ദിവസമല്ല, ഒരു 30-35 ദിവസത്തോളം ഞാൻ ആ രാധയായപ്പോൾ ശരിക്കും അമൃതാംബികയുടെ ആ ഫീല് നമുക്ക് വരും. നമ്മൾ ശരിക്കും പിന്നെ അഭിനയിക്കില്ല. ആദ്യത്തെ 1-2 ദിവസമൊക്കെയാണ് നമ്മൾ ആ കഥാപാത്രം ആവാനുള്ളൊരിത്. പിന്നെ നമ്മൾ രാധ തന്നെയായി മാറി. എൻ്റെ മകനാണ് ഇതാവണത്, എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നത്, അതൊക്കെ ശരിക്കും ഭയങ്കര ഇമോഷണലായിട്ടുള്ള കുറേ സീൻസ് ഉണ്ടായിരുന്നു അതിൽ. എങ്ങനെ ആ ക്യാരക്ടർ ഉൾക്കൊള്ളാൻ പറ്റിയ? നമ്മൾ ആ സമയത്ത് നമ്മൾ അങ്ങനത്തെ ഒരു ഇതിൽ നമ്മളാണെങ്കിലോ എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു മൂവി സെലക്ട് ചെയ്യാൻ, ഈ ഒരു മൂവിയിലോട്ട് അട്രാക്ട് ചെയ്തൊരു പോയിന്റ് ഉണ്ടാവുമല്ലോ, എന്തുകൊണ്ടാണ് ഈ ഒരു മൂവി ചൂസ് ചെയ്യാൻ നിങ്ങൾ അട്രാക്ട് ചെയ്തൊരു പോയിന്റ് എന്തായിരിക്കും? കഥ തന്നെയാണ്. കഥയും പിന്നെ ബിജു സി കണ്ണനെ പോലത്തെ ഒരു പരമാവധി സംവിധായകൻ്റെ കീഴിൽ ഞങ്ങളൊക്കെ സ്വപ്നമോ അതുപോലെ സംവിധായകൻ്റെ കീഴിലും ആ ഒരു കഥ ഇപ്പം നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കാണ്ട് വിചാരണ തടവിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ച് കേൾക്കാറുണ്ട്, ന്യൂസുകളിൽ കാണും. അവരെ മാത്രമേ നമുക്കറിയൂ. അങ്ങനെ വിചാരണ തടവിൽ കഴിയുമ്പോൾ അവരെ പുറത്തിറക്കാൻ വേണ്ടിയും അതുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു കുടുംബവും അവരെ സ്നേഹിക്കുന്ന ഒരു സമൂഹമുണ്ട്. അത് പുറത്താരും അറിയുന്നില്ല. അപ്പോൾ അതിൻ്റെ കഥയാണ് പറയുന്നത്. വിചാരണ തടവും കഴിഞ്ഞ് എനിക്കൊന്ന് പേരളിവാൾ 30 വർഷം കഴിഞ്ഞിട്ടാവും അല്ലേ? അപ്പോൾ 10-30 വർഷം കഴിഞ്ഞ് നിരപരാധിയാണ് എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ ആ കുടുംബം ഉണ്ടാവില്ല. അത് തന്നെയാണ് ഈ സിനിമ കാണിക്കുന്നതും. ഒരേ മകൻ ജയിലിൽ പോയിട്ട് ആ അമ്മ അനുഭവിക്കുന്ന വേദനകളും സ്ട്രെസ്സും, അമ്മയെ ഒരുപാട് പേര് അതിൻ്റെ പേര് ചൂഷണം ചെയ്യുന്നു. അതൊക്കെയാണ് ഈ സിനിമയിലെ പ്രമേയം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് തന്നെയാണ്. അതായത് ഈ അമ്മയുടെ ഒരു 22ാമത്തെ വയസ്സിൽ ഹസ്ബൻഡ് മരിക്കണു, കുട്ടിക്ക് 2.5 വയസ്സ്. ആ കുട്ടിയെ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രതീക്ഷയോടെ വളർത്തണം. അത് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു ട്രോമയിൽ പെടുമ്പോൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഇന്നത്തെ ഒരു വ്യവസ്ഥിതിനെ തന്നെയാണ് ഇതിൽ വരച്ച് കാട്ടുന്നത്. ഒരു മകനെ രക്ഷപ്പെടുത്താൻ ഒരു അമ്മ എന്ത് വേണമെങ്കിലും പോകും. അത് തന്നെയാണ് ഈ കഥ. ആ അറ്റം വരെ പോകുന്നതാണ് ഈ കഥ. പക്ഷേ എങ്കിലും നീതി കിട്ടുന്നുണ്ടോ? ഇല്ല. മകൻ തിരിച്ചു വരുമ്പോൾ അമ്മയില്ല. ഇതിനകത്ത് പറഞ്ഞായിരുന്നു നമ്മള് ഒരു ഇമോഷണൽ കാറ്റാണ്. അപ്പൊ കാറ്റ് ശരിക്കും നമ്മുടെ ഇമോഷൻസ് കൺവേ ചെയ്യാൻ എത്രത്തോളം യൂസ്ഫുൾ ആണ്? തീർച്ചയായിട്ടും ഇത്തരം കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്കറിയാം. അത് നമ്മൾ കേട്ടറിഞ്ഞ ഒരുപാട് കഥകളുണ്ട്. പേരറിവാളിൻ്റെ ആയാലും അങ്ങനത്തെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പക്ഷെ അവരൊക്കെ പിന്നിലെ അവരുടെ കുടുംബം അനുഭവിച്ച വിഷമം. ഇപ്പം ഞാൻ ആ കുടുംബത്തിൽപ്പെട്ട ആളല്ല. എനിക്ക് ശരിക്കും എൻ്റെ വീട്ടിൽ വേലക്കെന്ന് പറയാം, ഒരു ഹസ്ബൻഡ് മരണപ്പെട്ടതുകൊണ്ട് ഒരു അഭയം കൊടുക്കും. എൻ്റെ അമ്മ അംബികാമയം അഭിനയിച്ച കഥാപാത്രമാണ് എൻ്റെ അമ്മ. അപ്പോൾ ആ അമ്മ അഭയം കൊടുക്കുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ലതാദാസിനേക്കാളും പ്രായം കുറഞ്ഞൊരു ക്യാരക്ടർ, കല്യാണം കഴിക്കാത്തൊരു ക്യാരക്ടറാണ് അതിലുള്ളത്. 3 സ്റ്റേജായിട്ട് ഈ കഥ പോകുന്നുണ്ട്. കല്യാണം കഴിക്കാത്ത സ്റ്റേജുണ്ട്, കല്യാണം കഴിച്ച സ്റ്റേജുണ്ട്, പ്രായമുള്ള സ്റ്റേജ്, 3 സ്റ്റേജിൽ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനായ ഒരാൾ ഒരു തറവാട്ടിലുള്ളപ്പോൾ അവിടെ അഭയം കൊടുക്കുന്ന ഒരു ലേഡി, ആ ലേഡിയോട് തോന്നുന്നൊരു ക്രഷ്, ആ ക്രഷ് പിന്നെ ഒരു സ്നേഹമായി മാറുന്നു. പിന്നെ അവരുടെ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ഒരു സ്നേഹമുണ്ടല്ലോ, ആ ഒരു സ്നേഹം വളരെ ഒരു ഡീപ്പായ ഒരു സ്നേഹമായിട്ട് മാറും. അങ്ങനെയെങ്കിലും അവരുടെ മകനെ രക്ഷപ്പെടുത്തണം എന്ന് തുനിഞ്ഞിറങ്ങുന്നു, അവരുടെ കൂടെ ഇറങ്ങുന്നു. പിന്നെ അതിൽ ഭാര്യയായിട്ടുള്ള പ്രശ്നമുണ്ട്. കാരണം മറ്റൊരു സ്ത്രീയുടെ കൂടെ അവരെ സഹായിക്കാൻ ഇറങ്ങുമ്പോൾ തീർച്ചയായും വൈഫ് അഡ്വക്കേറ്റുമാണ്. അത്തരം വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അത് രണ്ടും വൈഫിൻ്റെയും ഇവരുടെയും ഇടയ്ക്ക് അനുഭവിക്കുന്ന ആ ഒരു വീർപ്പ് മുട്ടലുണ്ടല്ലോ, അതൊക്കെയാണ് എനിക്കുള്ള കഥാപാത്രം. പക്ഷെ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് സംവിധായകൻ പറഞ്ഞു. ഇനി മറ്റേ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. ഇതിൽ വേറെ കാസ്റ്റ് ആരൊക്കെയാ?
എൻ്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഷാരൂഖ് ആണ്. പിന്നെ സന്തോഷ് കീഴാറ്റൂർ വക്കീലായി. സന്തോഷ് ചേട്ടന്റെ ക്യാരക്ടർ എന്തായിരുന്നു? നെഗറ്റീവ് ക്യാരക്ടറാണെന്ന് വേണമെങ്കിൽ പറയാം. പറയാം. അതെ, ഒരുപാട് പേര് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഒരാളാണ് ശരിക്കും ഇദ്ദേഹത്തെ ഈ ആളെ പുറത്തിറക്കി കൊണ്ടുവരാം എന്ന് വാക്ക് തരുന്ന അദ്ദേഹത്തിന് തന്നെ അറിയാം അതിന് എളുപ്പം കഴിയില്ല. പക്ഷേ വിവരമില്ലാത്ത ഞങ്ങളോട് തരാം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളൊക്കെ കണ്ടാൽ അത് കിട്ടും എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതനുസരിച്ച് ഞങ്ങളുടെ യാത്ര പോവുകയാണ്. പക്ഷേ എങ്ങും എത്തുന്നില്ല. അദ്ദേഹം 15 വർഷം കഴിഞ്ഞ് ഈ അമ്മയൊക്കെ തെരുവിലായി പിന്നെയാണ് വരുന്നത്. അദ്ദേഹം വരുമ്പോൾ ആരും ഇല്ല ഇവിടെ, ആ വീടും ഇല്ല, കുടുംബവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഒരുപാട് പേര്, എല്ലാ കഥയും നമുക്കിൽ പറയാൻ പറ്റില്ലല്ലോ, കാരണം പ്രേക്ഷകർക്ക് കാണേണ്ടതല്ല. തീർച്ചയായും വളരെ ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറി. ഞാൻ ഇതുവരെ അവതരിപ്പിച്ചതിൽ ഏറ്റവും നല്ലൊരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ സിനിമ ഇറങ്ങാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും 22-ാം തീയതി അത് സാധ്യമാവുകയാണ്. ഓക്കെ, അതർ ദാൻ ആക്ടിങ് നിങ്ങൾ വേറെ ഏതൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ഇഷ്ടം? ഞാൻ ശരിക്കും ഒരു ബിസിനസ്സുകാരനാണ്. ആക്ടിങ് എൻ്റെ ഒരു പാഷനാണ്. ഞാനിവിടെ തന്നെ എറണാകുളം ജില്ലയിൽ ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷേ ആക്ടിങ്ങിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറിയ റൈറ്ററാണ്. 1-2 സിനിമയ്ക്ക് കഥയും തിരക്കഥയും എഴുതിയിട്ടുണ്ട്. അതിനോടൊരു പാഷനുള്ള ആളാണ്. അങ്ങനെ വലിയ അറിയപ്പെടുന്ന ആളായിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം സിനിമകളൊക്കെ. പിന്നെ തന്നെ 29-ാം തീയതി ഉരുൾ എന്ന് പറഞ്ഞിട്ടൊരു മൂവി കൂടെ ഇറങ്ങാൻ പോകുന്നു. ആ ഉരുൾ എൻ്റെ 20-ാമത്തെ മൂവിയാണ്. ഒരു 10ഓളം റിലീസായി. വെള്ളം മുതലുണ്ട്. വെള്ളത്തിൽ ജയസൂര്യയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. ജയസൂര്യയുടെ അമ്മാവനായിട്ടൊരു ക്യാരക്ടർ. നെഗറ്റീവ് ക്യാരക്ടർ എന്ന് പറയാം. ശരിക്കും ഇൻസൾട്ട് ചെയ്യുന്ന കഥാപാത്രം ഞാനാണ്. ഇൻസൾട്ടാണ് സിനിമയുടെ പ്രമേയം. ഇൻസൾട്ട് ചെയ്യുന്ന ആൾ ഞാനാണ്. ചെറിയ കഥാപാത്രമാണെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്ന ആൾ ഞാനാണ്. അപ്പം ആ കഥാപാത്രം അതിൽ അതാണ് കുറച്ച് ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രം. പിന്നെ ചെറിയ കുറേ സിനിമയിൽ അഭിനയിച്ചു. പിന്നെ ഇനി ഒരു 10-12 സിനിമ വരാനിരിക്കുന്നത്. പക്ഷേ ഞാൻ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമ എനിക്ക് കാലവർഷക്കാറ്റാണ്. പ്രത്യേകിച്ച് ബിജു സി കണ്ണനെ പോലത്തെ ഒരു മനോരമ എൻട്രി കിട്ടിയ ഒരു ഡയറക്ടർ സംവിധാന സിനിമയാണ്. എന്തായാലും ഞങ്ങളും ചെറുതായിട്ട് കണ്ടു അത്. പക്ഷേ വളരെ എല്ലാവരും കാണണം ആ സിനിമ. ഈ സിനിമയിൽ ഒരുപാട് കാണാൻ, നമ്മളെ സമകാലീന വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതൊക്കെ കാണുമ്പോഴേ അറിയൂ ഇത്തരം വിചാരണ തടവിൽ നിൽക്കുന്നവരുടെ കുടുംബം അനുഭവിക്കുന്ന വേദന. ആ കുടുംബം ഇല്ലാതാവാൻ ശരിക്കും കിടക്കുന്നവനേക്കാൾ കൂടുതൽ അനുഭവിക്കുന്നത് പുറത്ത് നിൽക്കുന്ന ഒരു അമ്മയും ഒരു മകനെ എന്തും ത്യജിച്ച് ഇറക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ ആ ശ്രമമാണ് ഈ സിനിമ. അങ്ങനത്തെ ഒരുപാട് മൂവീസ് ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഏതറ്റം വരെ അമ്മമാരാണെങ്കിൽ മക്കൾക്ക് വേണ്ടി പോകുന്ന ഒരുപാട് സിനിമ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനാണെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വെള്ളത്തിലാണെങ്കിൽ ചേട്ടനൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഓർമ്മയുള്ള ഡയലോഗോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ആ മൂവിയിലത്തെ? വെള്ളത്തിലാണോ ഈ കാലവർഷക്കാറ്റിലോ? വെള്ളത്തിലെ മൂവി ഓർമ്മയുണ്ട്. അത് വെള്ളത്തിൽ ശരിക്കും ഒരു 25-26 കലണ്ടറിൽ നോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാനാണ് പറയുന്നത്. അദ്ദേഹം എൻ്റെ മൂത്ത മകളുടെ കല്യാണമാണ്. മൂത്ത മകളുടെ കല്യാണത്തിന് എൻ്റെ പെങ്ങളെ മോൻ തന്നെയാണ് ജയസൂര്യ. പെങ്ങളെടുത്ത് വന്ന് പറയുന്നുണ്ട് 25-26 അവനെ പൂട്ടിയിടണം. കാരണം അവനെ പോലത്തെ ഒരാൾ കല്യാണത്തിന് വന്നാൽ എനിക്കത് നാണക്കേടാണ്. അത് പറയും. പിന്നെ അത് ഒരു 10-15 വർഷം കഴിഞ്ഞ ശേഷം എൻ്റെ 3ാമത്തെ മകളുടെ കല്യാണത്തിന് ഇദ്ദേഹം വിദേശത്ത് വരുന്നതും കാത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് കല്യാണക്കുറി അടിക്കണം, നിങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്ന ദിവസം ഏതാണെന്നൊന്ന് പറഞ്ഞു തരണം, അന്ന് കല്യാണം വെക്കാൻ. അപ്പോൾ ഇദ്ദേഹം പഴയ ഡയലോഗ് ഓർക്കുന്നുണ്ട്, 25-26. പുള്ളി ഡയലോഗ് അത് ജയസൂര്യ പറഞ്ഞ ലാസ്റ്റ് ഫൈനൽ ഒരു ക്ലൈമാക്സ് അതാണ്. ജനുവരി 25-26 കലണ്ടറിൽ കുറിച്ചിട്ടോ. അപ്പോൾ പഴയ ഓർത്തിട്ടാണ് ഞാൻ ഇവൻ്റെ അച്ഛനോട് പറയുന്നുണ്ട് ജനുവരി 25-26 ഡിസംബറോ ജനുവരി, ആ ഡയലോഗ് മറന്നുപോയി. ജനുവരി 25-26 അവനെ പൂട്ടിയിടുന്നത്. ആ പൂട്ടിയിടുന്നത് ഇവൻ ഓർക്കും. എന്നിട്ടാണ് വീണ്ടും ആ ഫോണിൽ കൂടെ പറയുന്നത് ജനുവരി 25-26 നോട്ട് ചെയ്തു അന്നാവാം. അത് ഒരു ഭയങ്കര ഇമോഷണൽ ഡയലോഗാണ്. ഡിസംബർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഡിസംബർ 26, ജനുവരി അല്ല, ഡിസംബറാണ്. ഫേമസ് ഡയലോഗാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ദുബായിലായിരുന്നു 15 വർഷം അവിടെ വർക്ക് ചെയ്യായിരുന്നു. ഒരു കമ്പനിയുടെ സീനിയർ അക്കൗണ്ടൻ്റ് ആയിരുന്നു. പിന്നെ അവിടെ UBL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു TV ചാനലിൽ, മലയാളം ചാനൽ തന്നെയായിരുന്നു, അതിൽ ആങ്കർ ആയിരുന്നു അല്ലേ. ഇപ്പോൾ 2.5 വർഷമായിട്ട് നാട്ടിൽ സെറ്റിലാണ്. ഇപ്പോൾ ഫിലിമുകളും ആഡുകളുമായിട്ട് പോകണം. ഇപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങാനുള്ള ഫിലിം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി. അതിൽ നല്ല വേഷമാണ്. രേഖാചിത്രം ആസിഫ് അലിയുടെയും അനശ്വര രാജിൻ്റെയും
ഇപ്പം ഇറങ്ങിയ പടം രേഖാചിത്രത്തിലുണ്ടല്ലേ? ആ, രേഖാചിത്രത്തില്. പിന്നെ ഇപ്പം ഇറങ്ങിയ പടം കഥ ഇന്ന് വരെ ഇപ്പം ഇറങ്ങി. അതിൽ ബിജുമേനോൻ്റെ 4 കാലഘട്ടത്തിൽ അമ്മയായിട്ടായിരുന്നു. അമ്മയായിട്ട് അഭിനയിക്കുന്നു. ഗുരുവായൂരമ്പലം നടയിലുണ്ടായിരുന്നു. പിന്നെ അനിൽ തോമസ് ഗുരുവായൂരമ്പലം നടയില് ഏത് ക്യാരക്ടർ? കുഞ്ഞുണ്ണിയുടെ വൈഫായിട്ടായിരുന്നു. കുഞ്ഞുണ്ണിയുടെ വൈഫായിട്ട് അച്ചപ്പം കൊണ്ടുവരുന്ന. അതെ 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 മനസ്സിലായി. പിന്നെ ഇതുവരെ എന്ന് പറഞ്ഞ അനിൽ തോമസ് സാറിൻ്റെ പടത്തിൽ ഫീമെയിൽ ലീഡ് ഞാനാണ് ചെയ്തത്. സുരഭി ലക്ഷ്മിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ ഡയറക്ടറിൻ്റെ സെക്കൻഡ് മൂവി ആയിരുന്നു ഇതുവരെ. അതിൽ അങ്ങനെ പതുക്കെ വരുന്ന ആഡുകൾ ഇപ്പോൾ യൂണിറ്റ് ടേസ്റ്റ് മസാലയുടെ ചിക്കൻ മസാലയിൽ മോഹൻലാലിൻ്റെ ഒപ്പമുള്ള ആഡ്, അങ്ങനെ ജ്വല്ലറീസ് ആഡ്, അങ്ങനെ കേട്ട് പോകണം. ഒരുപാട് പിന്നെ 2025 മുതൽ ഇനി നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇന്റർവ്യൂ ചെയ്യേണ്ട ഒരാളാണ്. അതെ. വർക്കുകളായിട്ട് അങ്ങനെ പതുക്കെ പോകും. അപ്പൊ ഇനി പുതിയ പ്രൊജക്ട്സ് ഏതൊക്കെയായിരുന്നു? പുതിയ പ്രൊജക്ട്സ് ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് ഒരു ഈ മാസം ഏതോ റിലീസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ മാസം എൻ്റെ ഉരുളുന്നുണ്ട് 29 ഉരുളുന്നുണ്ട് ഒരു സിനിമയുണ്ട്. ആ വയനാട് ദുരന്തം പശ്ചാത്തലമാക്കിയിട്ട് എടുത്ത സിനിമയാണ്. ഇപ്പൊ 2 മാസം മുമ്പ് ഷൂട്ടിംഗ് തുടങ്ങിയത്. ഇത് 2 വർഷം മുമ്പ് തുടങ്ങിയ സിനിമയാണ്, പക്ഷെ രണ്ടും ഒരുമിച്ചാണ് റിലീസ് ആവുന്നത്. ഓ, ഇനിയിപ്പോ നല്ല സമയമാണ് എന്ന് തോന്നുന്നു. അത് പ്രേക്ഷകരാണ് നമ്മുടെ സമയം തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനിക്കണം നമ്മുടെ സമയം എങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ ഈ കാലവർഷക്കാറ്റിന് പാരലായിട്ട് ഇപ്പൊ ഒരുപാട് മൂവീസ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ കാലവർഷക്കാറ്റിന് വേറെ മൂവീസിൽ നിന്നും ഒരു യുണീക്ക് എലമെന്റ് എന്തായിരിക്കും ഈ ഒരു മൂവിയിലുള്ള? ഫാമിലി മൂവീസ് ഇപ്പൊ കുറവാണ്. അത് കുറച്ച് നാളുകളായിട്ട് ഫാമിലി മൂവീസ് അങ്ങനെ കാണുന്നില്ല. ഇത് തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകർക്കും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. ഇമോഷൻ ഇത് നാം കൃത്യമായിട്ട് ലതയുടെ അഭിനയത്തിൽ നിന്നും അത് കിട്ടും. ഇമോഷൻ, ഒരു സ്ത്രീ അവനനുഭവിക്കുന്ന സ്ട്രഗിള് കാര്യങ്ങൾ അത് വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും ഡെപ്തിൽ വേറെ മറ്റൊരു കഥ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അറിവിൽ. എനിക്ക് സിനിമയെക്കുറിച്ച് ഒരുപാട് അറിയില്ലെങ്കിലും കണ്ടിട്ടില്ല ആ ഒരു സ്ത്രീ അനുഭവിക്കുന്നത്. അപ്പോൾ ആ കഥാപാത്രത്തിലേക്ക് നമുക്കൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഗ്ലിസറിനൊന്നും വേണ്ട ചിലപ്പോൾ കരയുമ്പോൾ. കാരണം നമ്മളെ കഥ എന്താണെന്ന് നമുക്ക് മനസ്സിലായാൽ തനിയെ നമ്മളോട് കരഞ്ഞു പോകും. ആ ഒരു കഥ അത് ഒരു സീനിൽ അങ്ങനെ ഉണ്ടാവും ചെയ്തു. അങ്ങനെ സമയത്ത് ഡയറക്ടർ വരെ കരഞ്ഞു പോയി. എങ്ങനത്തെ ഒരു സീനായിരുന്നു അത്? അതൊരു മരണ സീനായിരുന്നു. മീൻസ് ഹസ്ബൻഡ് മരിച്ചിട്ടുള്ള ആ ഒരു സീനിൽ ഡയറക്ടർ വരെ കരഞ്ഞിട്ട് എന്നോട് ലൊക്കേഷനിൽ നിന്ന് വേഗം വിട്ടോളാം. വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാൾ വളരെ കഷ്ടം ജീവിക്കുന്ന ഹസ്ബൻഡ് പറഞ്ഞപ്പോഴേ 1 വയസ്സായ ഒരു കുട്ടിയാണ് കയ്യിലുള്ളത്. പിന്നെ ഒരു സുന്ദരിയായ സ്ത്രീ 1 വയസ്സായ കുട്ടിയുള്ള ആ പ്രായമുണ്ടല്ലോ, ആ പ്രായത്തിൽ ഒരു വാടക വീട്ടിൽ തനിച്ച് താമസിക്കുക എന്ന് പറയുമ്പോൾ ആളുകളുടെ കാഴ്ചപ്പാട് കാര്യങ്ങൾ, അതിൽ നിന്ന് ആ ഒരു വിഷമം ആ ഫീലൊക്കെ അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും. അത് എങ്ങ് പോകും, അത്താണി നഷ്ടപ്പെട്ടു. കാരണം ഇതൊരു കുടുംബിനി മാത്രമാണ്, മറ്റേ ജോലിയൊന്നുമില്ല, ഒരു സാധാരണ വീട്ടമ്മയാണ്. 3 കാലഘട്ടമാണ്. ഒരു 22 വയസ്സ്, ഒരു 40 വയസ്സ്, പിന്നെ ഒരു 55 വയസ്സ്. അങ്ങനെ 3 കാലഘട്ടം. 3 ക്യാരക്ടർ. ഓക്കെ. അപ്പൊ ഈ മൂവിയിലാണെങ്കിൽ പറയും ഫുൾ ഇമോഷണൽ ആണ്, ഫുൾ കരയുന്ന സീൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ പണ്ടോട്ടേ കേൾക്കും ഇങ്ങനെ കരയാൻ വേണ്ടി ഗ്ലിസറിൻ ഉപയോഗിക്കേണ്ട അങ്ങനത്തെ എന്തെങ്കിലും? ചില സന്ദർഭങ്ങളിൽ ഗ്ലിസറിൻ ഇട്ടാലും നമുക്ക് ആ ഒരു ഫേസിലും കൂടി അതിൻ്റെ ഒരു ഇത് വരില്ല. പക്ഷെ മിക്കതിലും നമുക്ക് കരച്ചിൽ വരും. ടേക്ക് കൂടുതൽ പോകുന്ന ഗ്ലിസറിൻ വേണ്ടി. ഇപ്പോൾ ഫസ്റ്റ് ടേക്കാണ് നമ്മളൊക്കെ ഡയറക്ടർ കഥാപാത്രം പറഞ്ഞു തന്നു, ഇങ്ങനെ നമുക്ക് ഡയലോഗ് പറയുമ്പോൾ തന്നെ കരഞ്ഞു പോകും. 2-3 ടേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കണ്ണിൽ കണ്ണീര് പറ്റി അത് ചിലപ്പോൾ നമ്മളുടെ കുഴപ്പം കൊണ്ടാവാം, ടെക്നിക്കൽ എറർ ഉണ്ടായിരിക്കാം. അത് നീണ്ടു പോകുമ്പോൾ പിന്നെ അതിനുള്ള ഗ്ലിസറിൻ ഇടുമ്പോൾ നമ്മളുടെ ആ കണ്ണും ചുറ്റുപാടൊക്കെ ആ ഒരു ഫീല് വരും. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടം വരുമ്പോൾ കണ്ണീന്ന് മാത്രമേ വരുള്ളൂ. പിന്നെ ഒത്തിരി ഇതായിട്ട് കരയുമ്പോൾ മാത്രമേ നമ്മളുടെ മുഖം ചുമക്കലും പക്ഷേ ഗ്ലിസറിൻ്റെ പെട്ടെന്ന് ആയിക്കോളാം. അങ്ങനത്തെ ഒരു ഇതുണ്ടെന്ന് മാത്രം. പക്ഷെ ചെറിയ ചെറിയ സീൻസിലൊന്നും നമുക്ക് ഗ്ലിസറിൻ ഇല്ലാണ്ട് തന്നെ കണ്ണ് നിറഞ്ഞ് മാത്രം നിൽക്കേണ്ട സീൻസിലൊക്കെ അത് ഓട്ടോമാറ്റിക് വരും. വേറെ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയാലും ഇനി ചെയ്യാൻ പോകുന്ന ക്യാരക്ടേഴ്സ് ആയാലും അതും ഈ ഇങ്ങനത്തെ ഇമോഷണൽ ട്രാക്ക് അങ്ങനത്തെ ആണോ, അത് വേറെ ഇതിലും ക്യാരക്ടേഴ്സ് ആണോ? ഓരോന്നും ഡിഫറെന്റ്. ഇപ്പൊ വരാൻ പോണ ഇതില് ഡോക്ടറായിട്ടാണ്. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമോഷണൽ അന്വേഷിച്ച് വന്നേക്കാം. എല്ലാവരും കണ്ടിട്ടില്ലല്ലോ, കണ്ടാൽ വരും. ഏതെങ്കിലും ഡയറക്ടറും കാണുമല്ലോ, കണ്ടാൽ തീർച്ചയായിട്ടും അതിൽ സെലക്ട് ആവും. ചേച്ചിക്ക് പൊതുവെ എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. എനിക്ക് ഉള്ളിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ. അങ്ങനെ
അങ്ങനെ ഉള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാം വ്യത്യസ്തമായിരിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അല്ലാണ്ട് ഇന്നത് തന്നെ വേണമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. അതായത് അത് നമുക്ക് വരുന്ന ഡയറക്ടേഴ്സിൻ്റെയും അവരെ ഫിക്സ് ചെയ്യണ പോലെ ആയിരിക്കും. പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ ചൂസ് ചെയ്യാന്നാണ് ആഗ്രഹം. ഇമോഷണലാണ് ചേരാൻ നമുക്ക് കാണുമ്പോൾ തോന്നാറുണ്ട്. അത് ഇവരൊക്കെ പറയാം ഇതിലത്തെ ശാരദ എന്ന് പറയും. നമ്മള് 3 സിനിമയിൽ അഭിനയിച്ചില്ലേ? 3 സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടോ? നായികാനായകന്മാരായിട്ട് ഈ ഒരു സിനിമയാണ്. അതിനുശേഷം നമ്മൾ യുവാക്കളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം മറ്റേ കൃഷ്ണപ്രിയ എടുത്ത സിനിമ, ആ സിനിമക്ക് പേരിട്ടില്ല. അല്ല ഷൂട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ. എനിക്ക് തോന്നുന്നു ഒരുപാട് നാളായി സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. അപ്പൊ പണ്ടത്തെ സിനിമ മേക്കിങ്ങും ഇപ്പോഴത്തെ സിനിമ മേക്കിങ്ങും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു നല്ലതും മോശവും പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയാ? അങ്ങനെയൊന്നും പറയാൻ മാത്രം നമ്മൾ ആയിട്ടില്ല എന്നുള്ളതാണ് മെയിൻ കാര്യം. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പോയ ലൊക്കേഷനിൽ മാത്രമേ എനിക്കറിയൂ. സിനിമയെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കാനായിട്ടില്ല. ഇപ്പം ടെക്നിക്കലായിട്ട് ഒരുപാട് വളർന്നില്ലേ, പഴയതുപോലെയല്ല. പിന്നെ ഇപ്പോൾ ശരിക്കും നമുക്കൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പണ്ടത് ഉണ്ടായില്ല. അപ്പോൾ പണ്ട് ഒരുപാട് ലൊക്കേഷനിലൊക്കെ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി നടന്ന ഒരാളാണ്. ചെറുപ്രായത്തിലൊക്കെ സിനിമ ലൊക്കേഷൻ അന്വേഷിച്ച് ഈ ഒരു പാഷനായിട്ട് നടന്ന ആളാണ്. ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള ഓപ്ഷൻസ് ഉള്ളത് നമുക്ക്. അതുകൊണ്ട് ഇപ്പോഴും ഈ കാലഘട്ടമാണെന്നല്ല, ഇപ്പം ശരിക്കും അഭിനയം നോക്കിയിട്ടും ഒക്കെ ആൾക്കാർ എടുക്കുന്നുണ്ട്. അങ്ങനത്തെ സംവിധായകർ വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതെ അതെ. ഒരു ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പം സിനിമ ഒരു പണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് അത് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ, നമ്മൾ പ്രേക്ഷകർ, അങ്ങനെ 2 കാര്യം. ഇപ്പം അങ്ങനെയല്ല, ആർക്ക് വേണമെങ്കിലും അഭിനയിക്കാൻ ശ്രമിച്ചാൽ പറ്റും. അഭിനയിക്കാൻ അറിയുമെങ്കിലോ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനൊക്കെ വന്നത്, അല്ലെങ്കിൽ വരില്ല. എങ്ങനെ എത്തിപ്പെട്ടെ ഫസ്റ്റ് മൂവിയിലോട്ട്? എങ്ങനെയാ ഫസ്റ്റ് ഞാൻ ഈ സിനിമ പാഷനായി നടന്ന് ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. ഒരുപാട് കാലം മുമ്പ് അന്വേഷണം നടന്ന് അതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അതിനുവേണ്ടി നാടകം അഭിനയിക്കാത്ത, അഭിനയമാണ് മോഹം. സിനിമ കിട്ടിയില്ലെങ്കിൽ നാടകം അഭിനയിക്കാൻ തുടങ്ങി. ഞങ്ങൾ തന്നെ ഒരു കലാസാംസ്കാരിക വേദി ഉണ്ടാക്കി. നാടകം സ്വന്തമായി എഴുതും, ആ നാടകം അഭിനയിക്കും. 2 സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി പുതിയ കഥാപാത്രങ്ങൾ അഭിനയിക്കണം. അങ്ങനെയാണ് ഡാം 999 സോഹൻ റോയിയുടെ സഹീർ അലി എന്ന് പറയുന്ന എൻ്റെ നാടകത്തിൻ്റെ സംവിധായകൻ ഡാം 999 ആദ്യമായിട്ട് ചെറിയൊരു വേഷം ഞാൻ ചെയ്തത്. ഇംഗ്ലീഷ് മൂവിയായിരുന്നു. അപ്പോൾ അതിനാണ് ആദ്യം ചെയ്തത്. പിന്നെ ബിസിനസ് തിരക്കിൽ പോയത്. ഞാൻ ശരിക്കും ഞാനൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ആ തിരക്കിൽ പോയി അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇപ്പം കുറച്ച് ടൈമൊക്കെ കിട്ടുന്നുണ്ട്, ആഗ്രഹം മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ. അങ്ങനെയാണ് ശരിക്കും ഇപ്പോൾ ഓഡീഷനിലൂടെ നമുക്ക് വരാൻ പറ്റും. പണ്ട് ഓഡീഷൻ ഇല്ല. അങ്ങനെയാണ് വെള്ളത്തിൽ പ്രജേഴ്സൺ ഓഡീഷനിൽ ക്ഷണിക്കുന്നതും. ഓഡീഷൻ വഴിയാണ്. ആരും പരിചയത്തിൽ വിളിച്ചതല്ല. ഓഡീഷനിൽ പോയി ധൈര്യമായി നിന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. പ്രജേഴ്സൺ അത് പോരാന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിളിച്ചു, ഒന്നുകൂടെ ശ്രമിച്ച ആ കഥാപാത്രം ചെയ്യാന്ന് പറഞ്ഞു. എന്നെ വിളിച്ചു, സംസാരിച്ചു, ആ കഥാപാത്രം ചെയ്തു. അതിൽ നിന്ന് പിന്നെ ഇങ്ങോട്ട് പിന്നെ ഓഡീഷന് പോകേണ്ടി വന്നിട്ടില്ല. അറിയുന്ന ആളുകൾ വിളിക്കും. ഇപ്പോഴും അന്വേഷിപ്പൊക്കെ കുറവാണ്, എന്നാലും ആൾ വിളിക്കുമ്പോൾ അഭിനയിക്കും. ചെറുതായിട്ട് അറിയപ്പെട്ട നടനായി മാറിയിട്ടില്ല. പക്ഷെ സമയം 2 മൂവീസ് ഇറങ്ങുന്നുണ്ട്. അല്ല, എനിക്കൊരു 10 മൂവീസോളം ഇറങ്ങാനുണ്ട്. 20-ൽ 10 റിലീസ് ആയിട്ടുള്ളൂ. 10 മെയിൻ ഷോ ഇതൊക്കെ കിടക്കുകയാണ്. ചേച്ചിക്ക് എന്ത് തോന്നുന്നു? എങ്ങനെ പണ്ട് സിനിമ വിദൂരത്തിലായിരുന്നു, ഇപ്പം എത്തിപ്പെടാൻ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്, ആക്സസിബിലിറ്റി കൂടുതലാണ് പഴയതിനേലും. ചേച്ചി എങ്ങനെ ഫസ്റ്റ് മൂവിയിൽ എത്തിപ്പെട്ടെ? ഓഡിഷൻ വഴിയാണോ? അല്ല, ഞാൻ ദുബായിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഫാമിലി ഫ്രണ്ട് എടുത്തൊരു ഫിലിമിലേക്ക് ഒരു ചെറിയ ഒരു 4 സീനിലേക്കായിട്ട് വിളിച്ചതാണ്. പേടിയുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊന്നും ആക്റ്റീവ് ആയിരുന്നില്ല, ഇങ്ങനെ സ്റ്റേജ് ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ചെയ്ത് നോക്കുമെന്ന് അവരുടെ ഒരു സപ്പോർട്ടിൽ ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ അതിൻ്റെ ക്യാമറമാൻ അടുത്തൊരു പടം വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, ദുബായിൽ തന്നെ ഫുള്ള് ഷൂട്ടുള്ളതാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ 369 എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിലാണ് ആദ്യമായിട്ട് ചെയ്തത്. ഫാത്തിമ മേരി ആയിരുന്നു പ്രൊഡ്യൂസർ, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അങ്ങനെ അതിൻ്റെ ക്യാമറമാൻ അനിലാണ്. പിന്നെയുള്ള ജിമ്മി വീടിൻ്റെ ഐശ്വര്യം ദുബായിലുള്ള ഒരു പടത്തിലേക്ക് റെഫർ ചെയ്ത് അതായിരുന്നു എൻ്റെ തുടക്കം. അപ്പൊ ഈ ഇപ്പൊ പറഞ്ഞപ്പോ ദിലീപേട്ടന്റെ കൂടെ മൂവി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് സെറ്റിൽ പെട്ടെന്ന് ദിലീപേട്ടനെ ഒക്കെ കണ്ടപ്പോ എന്തായിരുന്നു ആ ഒരു ഫീലൊക്കെ? ഭയങ്കര എന്താ വെച്ചാല് ഇത് ആദ്യമേ ഇങ്ങനെ ഞാൻ ഇത് സ്വപ്നം കണ്ട് നടക്കണേ അങ്ങനത്തെ ഒരാളായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഞാൻ ഇതിലേക്ക് വന്നപ്പോൾ എനിക്കെല്ലാം
ഭയങ്കര പുതുമയാണ്. ഈവൻ നമ്മൾ തമാശകളൊക്കെ കേട്ട് വെട്ടം സിനിമയൊക്കെ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുള്ളതല്ലേ, അങ്ങനത്തെ ആളാണ് അടുത്ത് വന്നിരിക്കണമെന്നൊക്കെ പെട്ടെന്ന് അത് സത്യം തന്നെയല്ലേ എന്ന് ഇടയ്ക്കൊന്ന് ആലോചിച്ചു. അപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു ആളുടെ. മീൻസ് ഒരു മൂവി എന്നാ റിലീസ് ആവുന്ന ഇപ്പൊ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറക്കി ഡിസംബറോട് കൂടിയിട്ട് അതിൽ നല്ല നല്ല വേഷം ആളായിട്ട് തന്നെ ദിലീപ് ചേട്ടനായിട്ടുള്ള വേഷം തന്നെയാണ് അടുത്ത്. നല്ല വേഷമാണ് അത്. ഈ നമ്മുടെ ഈ കാലവർഷക്കാറ്റിന്റെ ലൊക്കേഷനും ഷൂട്ടൊക്കെ എവിടെ വെച്ചിട്ടായിരുന്നു? ഹരിപ്പാട് കരുവാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു കൂടുതൽ ഷൂട്ട് അവിടെ. പിന്നെ ആലുവയിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ. പിന്നെ കോയമ്പത്തൂരുണ്ട് ഷൂട്ട്. കോയമ്പത്തൂർ ഞങ്ങൾക്കില്ല. കോയമ്പത്തൂർ ഇവരുടെ ലതാദാസിന്റെ മകൻ ജയിലിൽ പോകുന്നതും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ ഷൂട്ട് ആണല്ലേ? ഓക്കെ. അപ്പം ഈ ഇന്റർവ്യൂ കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് കാലവർഷക്കാറ്റിനെ പറ്റി? കാലവർഷക്കാറ്റ് നല്ലൊരു കഥ, നല്ലൊരു ഡയറക്ഷൻ, നല്ലൊരു മൂവിയാണ്. അത് കാണണം. അതുകൂടാതെ ഞങ്ങളെപ്പോലെ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഒന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ സിനിമയാണ്. ആ ഒരു സപ്പോർട്ട് രണ്ടും കൂടെ വേണം. സിനിമ നല്ല സിനിമയാണ്, കണ്ട് ആസ്വദിക്കാൻ 2-2.5 മണിക്കൂർ കണ്ട് ആസ്വദിക്കാനുള്ള സിനിമയാണ്. സിനിമ ഒരുപാട് ടച്ചിങ്ങുമാണ്. ആസ്വാദനം കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ മറന്നു പോകുന്ന സിനിമയല്ല. സിനിമ തീർച്ചയായിട്ടും ഓർത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അത് കൂടാതെ ഞങ്ങളെപ്പോലെ ആളുകളെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ള ഒരു തോന്നലും അവർക്കുണ്ടാകും. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെ നവംബർ 22 ഇറങ്ങുന്ന കാലവർഷക്കാറ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. തീർച്ചയായും.